വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പുട്ടാണ്. ചക്കയുടെയൊക്കെ സീസൺ അല്ലേ, അപ്പോൾ നല്ല പഴുത്ത ചക്ക കൊണ്ട് നമുക്കൊരു പുട്ടുണ്ടാക്കി നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഇതുപോലെ ഒരു കപ്പ് നിറച്ചെടുത്തിട്ടുള്ള ഞാൻ പുട്ടുപൊടിയാണ്. ഇത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന പുട്ടുപൊടിയാണ് കേട്ടോ. ഇതിനകത്ത് അതേ അളവിൽ വെള്ളവും കൂടെ ചേർത്താൽ മതി. അതേസമയം നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന പൊടിയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസമുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമ്മൾ വീട്ടിൽ കണ്ടിട്ടില്ലേ, കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചെടുക്കുന്നത്. ഇത് മേടിക്കാൻ കിട്ടുന്ന പൊടിയാകുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഈ അളവിൽ മാവെടുത്തു. ഇനി ആ സെയിം കപ്പിൽ അതേ അളവിൽ തന്നെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണേ. ആവശ്യത്തിന് ഉപ്പ് കൂടിപ്പോകാതെ നോക്കണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് വെച്ചേക്കണേ. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിരിക്കും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് നോക്കിയാൽ മതിയേ. ശരിക്കുള്ള ആ ഒരു പുട്ട് നനച്ച് നമ്മൾ എടുക്കത്തില്ലേ, കുറേശ്ശെ വെള്ളമൊഴിച്ച്. പണ്ടൊക്കെ അങ്ങനെ ആണല്ലോ. ഇപ്പം റെഡിമെയ്ഡ് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു സൗകര്യം. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചക്ക, പഴുത്ത ചക്ക ചെറുതായിട്ട് കണ്ടോ ഇതുപോലെ അരിഞ്ഞു വെക്കണേ. പിന്നെ നമുക്ക് തേങ്ങ, ഇത്രയും സാധനം മതി ചക്കപ്പൊട്ടിന്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഞാൻ ബാക്കി കാണിക്കാവേ. നമ്മളിവിടെ ഈ പുട്ടുപൊടി വെള്ളം ഒഴിച്ച് നനച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ആ വെള്ളമെല്ലാം പോയിട്ടുണ്ട് കണ്ടോ. നേരത്തെ ഒഴിച്ച് വെച്ചപ്പോൾ നല്ലപോലെ കുഴഞ്ഞിരിക്കുമല്ലേ. നമ്മളൊരു 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേന് കറക്റ്റായിട്ട് ഇങ്ങനെ ആയി കിട്ടും. ഇത് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാവേ. നന്നായിട്ട് ഈ പൊടി നമുക്കിങ്ങനെ മിക്സ് ചെയ്യണം. കാരണം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെച്ചേക്കുന്നതല്ലേ, അപ്പോൾ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും വരണമേ. പുട്ടൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. എന്നാലും അറിയാൻ വയ്യാത്ത കുട്ടികൾക്ക് എപ്പോഴും പുട്ടുണ്ടാക്കാൻ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഇങ്ങനെയുള്ള നല്ല കമ്പനികളുടെ പൊടി മേടിച്ച് ഇതുപോലെ ചെയ്യുന്ന. കാരണം കുറേശ്ശെ നനച്ചെടുത്തൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് ഭയങ്കര പാടാണ് കേട്ടോ. അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അത്. ഇതാകുമ്പോൾ എന്താണ്ട് കണ്ടോ, കറക്റ്റ് വെള്ളം ഒഴിച്ചാൽ മതി. ഈ പൊടിക്കകത്ത് ചിലർ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് മിക്സിയൊക്കെ ചെയ്യും കേട്ടോ. ഇപ്പം ഞാനിവിടെ അങ്ങനെ ഇടയ്ക്ക് തേങ്ങ ഇടുന്നില്ല ഈ പുട്ടിന് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു കുടത്തിനകത്ത് 2-3 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ എടുത്ത് വെച്ചാൽ മതിയേ. ഇതുപോലെ ഒരു പുട്ടുകുറ്റി എടുക്കണം. എന്നിട്ട് ആദ്യം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ പുട്ടുപൊടി ഇതുപോലെ കുറച്ച് നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ ഇത് നോക്കിയിട്ട് വേണം നമ്മൾ പുട്ടുപൊടിയും ചക്കയാണേലും എല്ലാം എടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ച ചക്കയില്ലേ, അത് കുറച്ച് ഇട്ട് കൊടുക്കണം. ചിലർ പുട്ടുണ്ടാക്കിയിട്ട് വെറുതെ ഇതുപോലെ ചക്ക വേവിക്കാതെ സൈഡിൽ ആ പഴുത്ത ചക്ക വെച്ചിട്ട് അങ്ങനെയും കഴിക്കുന്നവരുണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമ്മൾ കുറച്ചും കൂടെ തേങ്ങ ഇട്ട് കൊടുക്കണം. ഈ ചക്കയുടെ മേളിൽ ഈ തേങ്ങ കിടന്ന് അതിങ്ങനെ പുഴുങ്ങി വരുമ്പോൾ നല്ലൊരു മണവും നല്ല ടേസ്റ്റും കേട്ടോ. ഇനി വീണ്ടും ഈ മാവ് ഇട്ട് കൊടുക്കണം. അങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ പല പ്രാവശ്യം ഇട്ട് കൊടുക്കണേ. ഇതൊരുമാതിരി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പുട്ടാണ് ഈ ചക്കപ്പുട്ട്. ഇതിൻ്റെ കൂടെ പിന്നെ കറിയോ പഴമോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ. പുട്ടിനകത്ത് തേങ്ങ എന്തേലും ഇടുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ. നല്ല ഒരു ടേസ്റ്റ്. മാവിനകത്താണേലും കുറച്ച് തേങ്ങ ഇട്ടിങ്ങനെ ഇളക്കി എടുക്കുന്നതും നല്ലത്. ഞാൻ പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്തില്ല. ഒരുപാട് സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്ത് താഴോട്ട് ഇടരുത് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കി വെക്കുകയേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഇത് താന്നിട്ട് ഒരു വല്ലാതെ സ്റ്റിക്കി ആയിട്ട് പോവേ. ഇനി ഇത് നമുക്ക് ഈ പുട്ടുകുടത്തിൻ്റെ മേളിൽ വെച്ചിട്ട് പുട്ടുണ്ടാക്കിയെടുക്കും. ഇവിടെ പുട്ടുകുടത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവി വന്നു കഴിയുമ്പോൾ ഈ പുട്ടുകുറ്റി അങ്ങോട്ട് വെച്ച് കൊടുത്ത് ഒരു 6-7 മിനിറ്റ് വേവിക്കുമ്പോൾ പുട്ട് റെഡിയാവും. പുട്ടുപൊടിക്കകത്ത് ഈ വെള്ളം കൂടിപ്പോയോണ്ടല്ലോ ആ മാവ് നനഞ്ഞ് ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കഴിക്കാൻ. ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ നിറച്ച് വെച്ച പുട്ടുകുറ്റി ഇങ്ങോട്ട് വെച്ച് കൊടുക്കും. വെച്ച് കൊടുത്തിട്ട് ഒരു 6-7 മിനിറ്റ് കുക്ക് ചെയ്യണേ. കാരണം ഇത് ചക്കയും കൂടെ വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അത് നന്നായിട്ട് സോഫ്റ്റ് ആകണം. നമ്മുടെ പുട്ട് ഇവിടെ ഞാൻ വെച്ചിട്ട് 7 മിനിറ്റ് ആയേ. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചക്കപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഈ ചക്കയുടെ ഒരു സീസൺ അല്ലേ, അപ്പം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചക്ക കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും ചെയ്യാം കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എൻ്റെ ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അഭിപ്രായങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്